ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നോക്കാം. ഇത് മറ്റൊന്നുമല്ല, ചെറുപയർ ദോശയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നോർമൽ ഉഴുന്നുദോശ കഴിച്ചുമെടുത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പച്ചരി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ സമയം ഒന്ന് കുതിരാനായിട്ട് വെക്കുക. ഇതിപ്പോൾ നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അവിടെ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ ചെറുപയർ ദോശ ബാറ്റർ ഇതാ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പുളിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് സൂപ്പറായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദോശത്തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് 2 രീതിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ഒന്നില്ലെങ്കിൽ തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ തട്ട് ദോശയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് കട്ടിയിൽ മാവ് വെച്ചിട്ട് ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് കുറച്ച് കട്ടിക്കുള്ള ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. മുകൾ വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മുകൾ വശം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈഡായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയോടെ ഞാൻ ഇതിനോടൊപ്പം ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി തൊളിച്ചെടുക്കാൻ മടിയുള്ളവർക്ക് ഒരു സവാള അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സവാള ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ കളർ ചേഞ്ചായി നല്ല മുരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് നല്ല പഴുത്ത ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മസാലപ്പൊടികളുടെ ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ, അത് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ചെറുപയർ കറി വെച്ചാലും തോരൻ വെച്ചാലൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ആക്കി കൊടുക്കൊണ്ടു. അവൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.